പ്രിയരെ, ഇന്നത്തെ ചിന്ത അറിയാത്ത പലതും ക്ലൈമാക്സിൽ അറിയും എന്നതാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ, എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കും. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നേരിടുന്നു. ചിലപ്പോൾ ഈ സാഹചര്യങ്ങൾ അർത്ഥരഹിതമായതുപോലെയും ദൈവം നമ്മെ മറന്നുപോയതുപോലെയും തോന്നും. എന്നാൽ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്നില്ല. നമ്മൾ നേരിടുന്ന ഓരോ ദുഃഖത്തിലും ഓരോ പ്രതിസന്ധിക്കും പുറകില് ദൈവത്തിന് ഒരു ഉന്നത ലക്ഷ്യമുണ്ട്. യോസഫിന്റെ ജീവിതം നമുക്ക് വിഷയത്തിന്റെ ഒരു വലിയ പാഠമാണ്. അവൻ അനുഭവിച്ച വഞ്ചനയും തടവും ഒടുവിൽ ദൈവം നന്മയ്ക്കാക്കി തീർത്തു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വേദനകളും ദുഃഖങ്ങളും ദൈവം അത്ഭുത വിഷയങ്ങളാക്കി മാറ്റും. കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിൽ പ്രതീക്ഷയും വിശ്വാസവും നിലനിർത്തണം. ദൈവം ഒരാൾ മാത്രമാണ് സകലതും തന്റെ നിയന്ത്രണത്തിൽ ആക്കി പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇപ്പോൾ മനസ്സിലാവാത്തതും ദൈവം നല്ലതിനു വേണ്ടിയാക്കി തീർക്കും. പ്രിയരെ, ദുഃഖത്തിനും പ്രതിസന്ധികൾക്കും അർത്ഥമുണ്ട്. ദൈവം അവയെല്ലാം നല്ലതിനു വേണ്ടി ഉപയോഗിക്കും എന്ന വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.